കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. സന്ധ്യയ്ക്ക് ഒരു നാഴിക മുൻപ് ദീപം ചിലവർ പറയാറുണ്ട്, സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്നത് എത്ര മണിക്കാണ്? ദീപാരാധന സമയത്ത്, അല്ലെങ്കിൽ ഒരു 6:30 6:45 സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണ് വിളക്ക് കത്തിക്കേണ്ടത്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്? കലണ്ടറിൽ പോയിട്ട് എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്ന സമയമൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സന്ധ്യയ്ക്ക് ഒരു നാഴിക മുൻപെങ്കിലും ദീപം കത്തിച്ചിരിക്കണം എന്നാണ് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും അതനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ദീപാരാധന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം 6:30 ആവാം, 6:45 ആവാം, 6:15 ആവാം, എന്തു ആയിക്കോട്ടെ. നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയം 6:30 ആയിട്ട് കൂട്ടിക്കൊള്ളാം. ഒരു 6:30 6:25 അതിന് ഒരു നാഴിക മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ് കത്തിച്ചെന്ന് വെച്ചാൽ ഒരു വിരോധമില്ല. ഒരു നാഴിക മുമ്പ് നമ്മൾ ദീപം കത്തിക്കുന്നു. എന്താണ്, എന്തിനാണ്, അതിൻ്റെ ആവശ്യം എന്താണ്? സന്ധ്യയ്ക്ക് ദീപം കത്തിക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും സന്ധ്യാസമയത്ത് ദീപം കത്തിക്കാറുണ്ട്. നിലവിളക്ക് കൊളുത്തി വീടിൻ്റെ മുൻവശത്ത് ഉമ്മറപ്പടിയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ നമ്മൾ ദീപം കത്തിച്ച് വയ്ക്കാറുണ്ട്. എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും സന്ധ്യാസമയത്ത് ദീപം കത്തിക്കാറുണ്ട്. ഇത് ഒരു നാഴിക മുമ്പ് ദീപം ജ്വലിപ്പിക്കണമെന്ന കൃത്യതയെ തന്നെ ആരും ചോദിച്ചാതിരിക്കില്ല. എന്തുകൊണ്ട്? ചിലർ ചോദിക്കാം, എന്താ ഇപ്പം കത്തിച്ചാൽ പോരെ, എന്തിനാ ഒരു നാഴിക മുമ്പ് കത്തിക്കുന്നത്? ഇപ്പം കത്തിച്ചാൽ എന്താ കുഴപ്പം? 6:30 തന്നെ കത്തിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ 6:45 കത്തിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ 6 മണിക്ക് കത്തിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, അതവിടെ ഇരുന്ന് കത്തിക്കോളും, എണ്ണ ഒഴിച്ചാൽ മതി, കത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സന്ധ്യയ്ക്ക് ദീപം കത്തിക്കുന്നത് കുറച്ച് നേരത്തെ ആയാലും വിരോധമില്ല. പക്ഷെ അത് ഒരു നാഴിക വൈകി കത്തിക്കരുത്, ഒരു നാഴിക മുമ്പെങ്കിലും കത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിന് പോലീസ് പിടിക്കുകയൊന്നുമില്ല, കേസും വഴക്കും വലിയൊന്നും ഒന്നും ഉണ്ടാവില്ല. ദൈവങ്ങൾ നമ്മളെ ശിക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരികളുടെ എണ്ണം, ത്രിസന്ധ്യ നേരത്തെ ദീപം കത്തിക്കുക, എള്ളെണ്ണയൊഴിച്ച് ദീപം കത്തിക്കുക, ഇതെല്ലാം സവിസ്താരം നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. വിളക്ക് കത്തിക്കുമ്പോൾ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കണം. തിരികളും 5 7 എന്ന ക്രമത്തിലാവാം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിടാം. കിഴക്കോട്ടും പടിഞ്ഞാട്ടും അല്ലെങ്കിൽ 5 തിരികളിട്ട് കത്തിക്കാം. ഇതെല്ലാം നമ്മൾ ഇതിനു മുമ്പൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യയാകുന്നതിന് മുമ്പ് തിന്മയുടെ പ്രതീകമായ മൂദേവി, അഥവാ ഇതിനെക്കുറിച്ച് ഒരിക്കൽ പുറം തുളച്ചു കഴിഞ്ഞാൽ മൂദേവി ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ശ്രീദേവി കയറി വരുമെന്ന് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചത് പുറകിൽ മൂദേവി ഇരിക്കുന്നു. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും നമ്മളന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പണ്ടത്തെ ആചാര്യന്മാർ താളിയോലകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അത് അനുഭവസ്ഥര് അത് അനുഭവിച്ചിട്ടുമുണ്ട്. അത് ഒരു ശാസ്ത്രമായിട്ടല്ല, ശാസ്ത്രീയമായിട്ട് അതിന് പല മാർഗങ്ങളും ഉണ്ടെന്നും അത് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുവെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂദേവി ശ്രീദേവി എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീടും ഗ്രഹവും ഐശ്വര്യമൊക്കെ ചെയ്തിട്ട് ശ്രീദേവിയെ വരുത്താൻ വേണ്ടി മൂദേവിയെ അടിച്ചു തെളിച്ച് കളഞ്ഞിട്ടാണല്ലോ കർക്കിടക മാസത്തെ വരവേൽക്കുന്നത്. രാമായണ പാരായണവും ദശപുഷ്പങ്ങൾ വിഗ്രഹത്തിൽ പൂജാമുറിയിലും ദശപുഷ്പങ്ങൾ വയ്ക്കലും എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സന്ധ്യാസമയത്തിന് മുൻപ് ഗ്രഹവും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തളിച്ച് ഗ്രഹവും പരിസരവും ഒക്കെ നല്ല ശുദ്ധമാക്കി കഴിഞ്ഞതിന് ശേഷം വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നന്മയുടെ പ്രതീകമായ ശ്രീദേവിയെ വരവേൽക്കുന്നു. സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ, ദീപം കത്തിക്കുമ്പോൾ നന്മ നമ്മുടെ ഗ്രഹത്തിലേക്ക്, ഐശ്വര്യമാണ് നന്മ, അത് വരുന്നു. അപ്പോൾ പകൽ മുഴുവൻ ഉണ്ടായിരുന്ന ആ അസ്വസ്ഥതകളും ചീത്തയും വിഷപരമായ അവസ്ഥകളൊക്കെ, തിന്മയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനാണ് സന്ധ്യാസമയത്ത് സന്ധ്യാസമയത്തിന് മുൻപ് വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വെള്ളമൊക്കെ തളിച്ച് എന്തെങ്കിലും ചെയ്ത് വിളക്കുകളെല്ലാം വൃത്തിയാക്കി ഉമ്മറത്ത് വെച്ച് വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത്. അത് ആ മൂച്ചേട്ട കടന്നു വരും. അപ്പം അതിനെ ആ തിന്മ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നന്മയും തിന്മയും തമ്മിലുള്ള തിന്മ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സന്ധ്യയ്ക്ക് ഒരു നാഴിക മുമ്പെങ്കിലും വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത്. സന്ധ്യ കഴിഞ്ഞ് ആ ഒരു നാഴികയും കഴിഞ്ഞ് സന്ധ്യയും കഴിഞ്ഞ് രാത്രി 7 മണിയാകുമ്പോഴോ 8 മണിയാകുമ്പോഴോ പോയി വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ വന്നു എന്ന് വരില്ല. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവരും വീട്ടിൽ ആളില്ലാത്തവരും ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിതൊന്നും പ്രായോഗികമാക്കാൻ പറ്റില്ല. വീട്ടിൽ വിളക്ക് കൊളുത്താൻ ആളുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളുടെ ഗ്രഹത്തിലേക്ക് സന്ധ്യാസമയത്തിന് ഒരു നാഴിക മുമ്പെങ്കിലും നന്മകൾ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ പറയുന്നത് എന്ന് വിചാരിച്ച് ആധുനിക തലമുറ ചോദിക്കുന്നുണ്ടാവാം, അത് കഴിഞ്ഞു കൊളുത്തിയാലും നന്മ വരില്ലേ എന്ന്. അതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസങ്ങളിൽ അർപ്പിതമായിട്ട് ഇരിക്കുക. എങ്കിലും ആചാര്യന്മാർ പറയുന്ന ഒരു സത്യം ഇത് തന്നെയാണ്. സന്ധ്യയ്ക്ക് ഒരു നാഴിക മുൻപെങ്കിലും ഗ്രഹം വൃത്തിയാക്കി നമ്മൾ ദീപം ജ്വലിപ്പിച്ചിരിക്കണം, സന്ധ്യാവിളക്ക് ജ്വലിപ്പിച്ചിരിക്കണം എന്നത് തന്നെയാണ്. ആധുനിക തലമുറയ്ക്ക് സമയമുണ്ടെങ്കിൽ വിശ്വസതയോടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ
സ്വന്തമായിട്ടും ഗ്രഹത്തിലും ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പിന്നിലെ ശാസ്ത്രീയ വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ശാസ്ത്രീയ വസ്തുത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ, സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ, അതായത് സന്ധ്യയാകുന്ന ഒരു 6:30 മണി, 6:45, 6:30 മണിയോടുകൂടി സന്ധ്യയാകുന്നതിന് മുൻപ് തന്നെ അന്തരീക്ഷത്തിൽ വിഷാംശം ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷാംശം ഇങ്ങനെ പടരുന്ന സമയത്ത്, അതുകൊണ്ടാണല്ലോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പഴമക്കാരും ആചാര്യന്മാരൊക്കെ പറയാറുണ്ട്, സന്ധ്യ ആവുന്നതിന് മുൻപ് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കണമെന്ന്. പട്ടാളക്കാരൊക്കെ അങ്ങനെ ഒരു ചിട്ടയുണ്ടല്ലോ, സന്ധ്യയ്ക്ക് മുൻപ് 6:30, 7 മണിയോടുകൂടി അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അത്താഴം കഴിക്കുന്നത് ആ സമയത്താണ്. നമ്മുടെ ഇന്നത്തെ തലമുറ അത്താഴം കഴിക്കുന്നത് രാത്രി 11 മണിക്ക് ശേഷവും 10:30 മണിക്ക് ശേഷവുമാണ്. അത്താഴം കഴിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, 6:30, 7 മണിക്ക് അസ്തമിക്കുന്നതിന് മുൻപ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ആ പ്രകാശം കൊണ്ട്, ആ സൂര്യപ്രകാശം കൊണ്ട് അതിലുള്ള വിഷാംശങ്ങളെല്ലാം ഇല്ലാതെയാകും. നമ്മൾക്ക് ഡൈജഷൻ നടക്കും. അപ്പം നമ്മൾക്ക് രോഗാദി ദുരിതങ്ങളൊക്കെ ഇല്ലാണ്ടാവും. ഈ സൂര്യപ്രകാശത്തിന് വളരെയേറെ ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. അപ്പം രാത്രി സൂര്യനും അസ്തമിച്ച് ചന്ദ്രനും ഉദിച്ച് രാത്രി 11 മണിയാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കഴിക്കുന്ന ഹെവി ഫുഡാണ്. ഈ ഹെവി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് പ്രവഹിക്കുന്നത് മൊത്തം വിഷാംശങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വയറ്റിൽ ഡൈജഷൻ നടക്കാണ്ടാവും, അജീർണം ബാധിക്കാം. അപ്പോൾ സന്ധ്യയാകുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിലെ വിഷാംശം ബാധിക്കുകയും അതിനെ മുമ്പ് തന്നെ 1 നാഴിക, അതായത് 24 മിനിറ്റ് മുമ്പ് ദീപം കത്തിക്കണം. അപ്പോൾ ആ ദീപവലയത്തിനുള്ളിൽ വരുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന വിഷാംശത്തെ അത് ശുദ്ധീകരിക്കാനും ദുരീകരിക്കാനും കഴിയുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്ധ്യാസമയത്തിന് 24 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ദീപം കത്തിച്ച് നമ്മുടെ ഗ്രഹത്തിൽ ഐശ്വര്യം നിലനിർത്തേണ്ടത് ആവശ്യമാണ്.